تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മറ്റൊരു വിമർശന വീഡിയോയ്ക്ക് മറുപടിയായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. ഇതിനു മുമ്പ് ലിയാഖത്ത് കുറേ വീഡിയോകൾക്ക് മറുപടിയായിരുന്നു ഇതിനു മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടത്. ഇന്ന് UB നവാസ് എന്ന് പറയുന്ന ക്ലബ് ഹൗസിൽ പരിചിതനായ, അതുപോലെ ഇൻഫിഡൽസ് എന്ന ചാനലിൽ സംസാരിക്കുന്ന UB നവാസ് ഒരു വീഡിയോ ഇറക്കി. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആ വീഡിയോ ആരിഫ് ഹുസൈൻ അത് റീടെലികാസ്റ്റ് ചെയ്ത്, ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ തന്നെ അത് പിന്നെയും റീടെലികാസ്റ്റ് ചെയ്ത് അവരുടെ കമൻറ്റൊക്കെ ചേർത്ത് ഒരു വീഡിയോ ഇറക്കിയപ്പോഴാണ് നമ്മളിത് ഈ വീഡിയോ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടി മറുപടി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു TV ഷോയിൽ നടന്ന ഒരു TV ടോക്ക്, ആ TV ഷോയ്ക്കും ആ ഷോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ബാസിൽ മറുപടി പറയുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് UB നവാസ് അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇസ്ലാമിൽ വിമർശിച്ചിരിക്കുന്നത്, ഇസ്ലാമിൽ എങ്ങനെയാണെന്നുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ബിൻ ലാഡൻ്റെ ഒരു പുസ്തകം, അല്ലെങ്കിൽ ബിൻ ലാഡൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു TVയിൽ നടന്ന ഒരു ചർച്ച. അതിനകത്ത് ആ ചർച്ച നടത്തുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്, ഇത് ബിൻ ലാദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബിൻ ലാദൻ തന്നെ തൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇസ്ലാമിനെതിരാണ്. അതായത് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക എന്നത് ഇസ്ലാമിൻ്റെ നയമല്ല, പക്ഷേ ഞങ്ങളത് ചെയ്യുന്നു. അതായത് ബിൻ ലാദൻ പറയുന്നു, ഞാനത് ചെയ്യുന്നു, കാരണം അവർ ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്യുന്നു. അവർ ഞങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് എന്ന് ബിൻ ലാദൻ പറഞ്ഞു. അപ്പോൾ ഇതിന് അബ്ദുള്ള ഫാസിൽ അല്ലെങ്കിൽ ആ TV പറയുന്ന ആങ്കർ തന്നെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ബിൻ ലാദൻ തന്നെ പറയുന്നു, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ബിൻ ലാദനും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മുസ്ലിങ്ങളും പറയുന്നു, എല്ലാവരും പറയുന്നു എന്നുള്ളത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് UB നവാസ് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയല്ല, ബിൻ ലാദൻ്റെ ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വാദം വയ്ക്കുന്നത്. ഇതല്ലാതെ കുറേ കാര്യങ്ങൾ കൂടെ ബിൻ ലാദൻ അതിനകത്ത് പറയുന്നുണ്ട്, ഇത് ഇസ്ലാമിലുള്ളത് തന്നെയാണ് എന്ന ഒരു രീതിയിൽ ആ ബുക്കിലും ഉണ്ട്, ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതിൻ്റെ ഒരു 3 ക്ലിപ്പിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അതിനുള്ള മറുപടി പറയാം. അതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, യുദ്ധം എന്നാൽ എന്താണ്, അത് ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അത് നമ്മളെന്തായാലും ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുക നിങ്ങൾ. ജിഹാദും യുദ്ധവും ഇസ്ലാമിൽ എന്നുള്ള ആ ടൈറ്റിൽ ഒരു ലിങ്ക്, നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഖുർആൻ ആയത്തൊക്കെ വെച്ചിട്ട് എന്താണ് ജിഹാദ്, എന്താണ് യുദ്ധം എന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം കേൾക്കാനാണെങ്കിൽ അത് കേൾക്കുക. അതല്ല, ഇപ്പം ജസ്റ്റ് കുറച്ച് ഷോർട്ടായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. യുദ്ധം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്, ആൾക്കാർ ചെയ്യുന്നതല്ല. ഇപ്പോൾ പ്രവാചകൻ തന്നെ മക്കയിലായിരുന്നപ്പോൾ പ്രവാചകനും സഹാബികളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ആയുധം എടുത്തില്ല, അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു, ഓരോ ആൾക്കാർ സഹാബക്കൾ കൊല്ലപ്പെട്ടു, നാട് കടത്തപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഹിജ്റത്ത് പോയാലും പുറകെ പോയി അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വധിച്ചു, ഇങ്ങനെയൊക്കെ പലതും ചെയ്തു, പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചു. ഇത്രയൊക്കെ പീഡനങ്ങളുണ്ടായിട്ടും അവിടെ വെച്ച് പ്രവാചകൻ ആയുധം എടുത്തില്ല. പക്ഷേ മദീനയിൽ വന്നതിന് ശേഷം അവിടെ ഒരു രാഷ്ട്രം രൂപീകരിച്ചു. ആ രാഷ്ട്രത്തിൻ്റെ തലവൻ ഒരു ഗവൺമെൻറ് ആയതിനു ശേഷം ആണ് ഖുർആനിൽ വചനങ്ങൾ വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൂടാ. അതായത് മക്കയിലെ ജനങ്ങൾക്ക്, മക്കയിലാണ് ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, അവിടെയുള്ള ജനങ്ങൾക്കല്ല ഓർഡർ വന്നത് മദീനയിലുള്ള ഗവൺമെൻറ്റിനാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനാണ് ഈ യുദ്ധം ചെയ്യാനുള്ള അധികാരമുള്ളത് ഇസ്ലാമിൽ. അത് ആദ്യം മനസ്സിലാക്കുക. സാധാരണ കുറച്ച് ആൾക്കാർ, നമ്മളെ പോലെയുള്ള ആൾക്കാരോ അല്ലെ ബിൻ ലാദനെ പോലെയുള്ള ആൾക്കാരോ കുറച്ച് പേരെ പോയിട്ട് ഞാൻ ആൾക്കാരെ പോയി കൊല്ലാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ഇസ്ലാമിൽ യാതൊരുവിധ നിയമവുമില്ല, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകൻ മക്കയിൽ വെച്ച് ചെയ്തില്ലായിരുന്നു, ഗവൺമെൻറ് ആയതിനു ശേഷമാണ് ചെയ്തത്. ഇതല്ലാതെ ഒരുപാട് ഖുർആൻ ആയത്തുകളുണ്ട്. ഒരു പ്രവാചകൻ ഉള്ളപ്പോൾ തന്നെ പ്രവാചകൻ ദുആ ചെയ്യും, ഞങ്ങൾക്കൊരു ഭരണാധികാരിയെ നിയമിച്ചത് അല്ലാഹുവേ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനായിട്ട് എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ട്. ആ തെളിവുകളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കാണുക. അപ്പോൾ ഇതാദ്യമേ മനസ്സിലാക്കുക, യുദ്ധം ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്, ആളുകളല്ല. അപ്പോൾ അതിൽ തന്നെ ഇവർ പറയുന്ന എല്ലാ വാദങ്ങളും പൊളിയും. ഇപ്പോൾ ബിൻ ലാദൻ പോയി സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പറഞ്ഞു എന്നതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് അവർ UB നവാസ് പറഞ്ഞേക്കുന്നത്, അത് ബിൻ ലാദന് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് എന്താണ്, ഗവൺമെൻറ് ഇല്ല. പുള്ളി ഒരു രാഷ്ട്രത്തലവനോ തൻ്റെ രാഷ്ട്രത്തിനെതിരായിട്ട് വന്നപ്പോൾ പുള്ളി പ്രതികരിച്ചതോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്തിട്ട് പോയി മറ്റൊരു രാഷ്ട്രമായിട്ട് യുദ്ധം ചെയ്തതോ ഒന്നുമല്ല. പുള്ളി എന്തൊക്കെയാണ് ചെയ്തത്, ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരെ പോയി പ്ലെയിൻ ഇടിച്ചു എന്നൊക്കെ പറയുന്നത് പുള്ളി അല്ലെന്നും പറയുന്നു, അമേരിക്ക തന്നെ ചെയ്തതെന്ന് പറയുന്നു. അതൊക്കെ അത് പല രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും
ബിൻ ലാദനാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെയല്ല, അത് ശരിയല്ല. ഇസ്ലാമിൻ്റെ ബേസിക് റൂളിൽ തന്നെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലിന് ഇതെടുക്കാൻ പറ്റത്തില്ല, നിയമങ്ങൾ കയ്യിലെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ ഈ ഒരു വാദം തന്നെ മതി. യുവൻ വാസ് 1 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് പറയുന്ന വീഡിയോയും ആരിഫ് ഹുസൈൻ അത് റീടെലികാസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു ഒറ്റ പോയിന്റിൽ തന്നെ ഇല്ലാതാവും. ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ പറയുന്ന ആയത്തുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വിശദീകരണം വേറെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇതിന് യുദ്ധത്തിൽ വരുന്നതല്ല. യുദ്ധമല്ല ബിൻ ലാദൻ ചെയ്യുന്നത്. അത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് എന്തോ തോന്നി പുള്ളി ചെയ്യുന്നുണ്ട്. അത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവർ പറയുന്നത് തന്നെ ഞമ്മൻ്റെ ആളല്ല ബിൻ ലാദൻ എന്ന് പറയുന്നത് കളിയാക്കിക്കൊണ്ടാണ് യുവൻ വാസ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഞമ്മൻ്റെ ആളെന്നൊന്നുമല്ല, ബിൻ ലാദൻ ചെയ്യുന്നത് ഇസ്ലാമികമാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. ആരിഫ് ഹുസൈനും യുവൻ വാസും എല്ലാം ചെയ്യുന്നത് അതാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായി തന്നെ അത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഓരോരോ ക്ലിപ്പുകളായിട്ട് നമുക്ക് കേൾക്കാം. ആദ്യമേ ആദ്യത്തെ ക്ലിപ്പ് കേൾക്കാം. എന്ന വാദം വെക്കുകയാണ്. എന്താണ്? സമൂഹത്തിൽ നാണക്കേടാണ്. ഈ പറഞ്ഞ ഗോത്രകാല നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്നും കണ്ണിന് പകരം കണ്ണ് എന്നുള്ള നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകളെ തീവ്രവാദം ഉപയോഗിച്ചിട്ട് കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാൻ ലജ്ജിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു നുണപ്രചരണം നടത്തുകയാണ്. ഉസാമ ബിൻ അപ്പോൾ നിങ്ങൾ ക്ലിപ്പ് കേട്ടല്ലോ. ഇതിൽ യുവൻ വാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ബിൻ ലാദൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് നിങ്ങൾ നുണപ്രചാരണമാണ്. കണ്ണിന് പകരം കണ്ണ് ഇന്ന് നിയമം ഇസ്ലാമിലുണ്ട്. അപ്പം അവരൊന്ന് നമ്മുടെ കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി അവരുടെ കുട്ടികളെയും കൊല്ലാം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷെ നിങ്ങൾ നുണ പറയുകയാണ് എന്നുള്ളതാണ് യുവൻ വാസിനകത്ത് പറയുന്നത്. ഓക്കെ, ഇതും പരക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, പല്ലിന് പകരം പല്ല് എന്ന് മൂസാ നബിയുടെ കാലത്ത് നിയമം നമ്മൾ വിധിച്ചിരുന്നു എന്ന് ഖുർആനിലായത്തുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതും ഇസ്ലാമിനെ കുറിച്ചുള്ള ഇവരെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും അറിയാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടും എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കാൻ എന്തെങ്കിലും ഒരെണ്ണം കിട്ടുമ്പോൾ ചാടി അതിനകത്ത് വീണ് അതിർത്ത് വിമർശിക്കുക എന്ന ഒരു ലൈനിലാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ് അവർക്കത്. അത് എന്താണ് പറയുന്നത്? അത് ഒരു ആൾക്ക് കൊടുക്കുന്ന നീതിയെക്കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ പല്ല് ഒരാളൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി അയാളെ പല്ല് പൊട്ടിക്കുക എന്നുള്ളതല്ല. ഗവൺമെൻറ് അയാൾക്ക് കൊടുക്കേണ്ട, എനിക്ക് തരേണ്ട ശിക്ഷ. ഞാൻ പോയി ഒരാളുടെ പല്ല് പൊട്ടിച്ചു എങ്കിൽ എനിക്ക് 100 രൂപ ഫൈനല്ല ഇടേണ്ടത്. എൻ്റെ പല്ലും ഗവൺമെൻറ് എടുക്കണം. അതാണ്. ഞാൻ പോയി ഒരാളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു എങ്കിൽ അയാൾക്ക് ഒരു 500 രൂപ ഫൈൻ ഇടുകയല്ല ഗവൺമെൻറ് ചെയ്യണം, അല്ലെങ്കിൽ 2 മാസം ജയിലിടുകയല്ല ചെയ്യേണ്ടത്. എൻ്റെയും കണ്ണ് കുത്തി പൊട്ടിക്കണം. അതാണ് കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്നത്. നീതിയായിരിക്കണം. ഒരാൾക്ക് എന്ത് ഡാമേജ് പറ്റിയോ അതേ ഡാമേജ് എനിക്കും വരും എന്ന് ഭയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഒരാളെ ഇപ്പോൾ ദ്രോഹിക്കാതിരിക്കൂ. അപ്പോഴേ കുറ്റങ്ങൾ കുറയൂ. അങ്ങനെ പറയുന്നുണ്ട്. അതിനകത്താണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉള്ളത്. ഖുർആൻ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ, പ്രതിക്രിയാ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണമുള്ളത്. അത് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള നിയമം എവിടെയൊക്കെ ഉണ്ട്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള നിയമങ്ങൾ, കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്ന രാജ്യങ്ങളിലെല്ലാം കുറ്റകൃത്യങ്ങൾ കുറവായിരിക്കും. പക്ഷേ അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് വളരെ സുലഭമായിട്ട് ആൾക്കാർ എന്തും ചെയ്യും. കൈ കൊള്ളവും കാര്യക്കാരെന്നുള്ള രീതിയിൽ കൊള്ളയും കൊലയും എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ പറഞ്ഞ ഒരു ആയത്താണിത്. ഇപ്പം ഇസ്ലാമിൽ തന്നെ മോഷ്ടിച്ചാൽ കൈവെട്ടണം എന്ന് ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ഇതാരാണ് ചെയ്യേണ്ടത്? ഞാനാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ എൻ്റെ കൈ മുറിച്ചാത്ത എൻ്റെ കൈ ഒരാളൊന്ന് വെട്ടിയാൽ തന്നെ ഞാൻ പോയി കൈ വെട്ടാൻ പറ്റുമോ? ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. മോഷ്ടിച്ചാൽ ഒരു ഇൻഡിവിജ്വൽ അല്ല ചെയ്യേണ്ടത്. എൻ്റെ കൈ വെട്ടിയല്ല, മോഷ്ടിച്ചാൽ ഒരാൾ മോഷ്ടിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാൽ ഞാൻ പോയി കൈയാണോ വെട്ടുന്നത്? അല്ല, ഗവൺമെൻറ്റാണ് ആ ശിക്ഷാവിധി നടപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, മൂക്കിന് മൂക്കെന്നുള്ള ഒരു ശിക്ഷാ നിയമമാണ്. തുല്യ നീതി നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്, അത് ഇൻഡിവിജ്വൽസ് അല്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ യുദ്ധ നിയമങ്ങളും എല്ലാം കാണേണ്ടത്. ഇതിനകത്ത് പറ്റിക്കാനും അങ്ങനെയൊന്നുമല്ല. ഇത് തന്നെയാണ് ഇസ്ലാം നിയമം. നമ്മളല്ല ചെയ്യേണ്ടത്. നീതി നടപ്പാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇവിടെ യുവൻ വാസ് അറിഞ്ഞുകൊണ്ടോ അറിയാതുകൊണ്ടോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പലരും ഇത് കോട്ട് ചെയ്തിട്ട് ഇസ്ലാമിൽ ഇതാണ് തീവ്രവാദം, കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ടതല്ല. ഓരോ ആൾക്കാർ പോയി ഓരോരുത്തരുടെ പല്ലും കണ്ണും എടുക്കേണ്ടതല്ല. എൻ്റെ കണ്ണെടുത്താൽ തന്നെ ഞാൻ മറ്റൊരാളുടെ കണ്ണെടുക്കാനുള്ള അധികാരം എനിക്കില്ല. പക്ഷേ ഗവൺമെൻറ് അവർക്ക് കൊടുക്കേണ്ട നീതി, അവർക്ക് ശിക്ഷ ചെയ്യേണ്ടത് സെയിമാണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഞാൻ ആരാണോ ബാധിക്കപ്പെട്ട ആൾ അയാൾ ക്ഷമിച്ചാൽ ക്ഷമിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരാളെ കണ്ണ് കുത്തിപ്പിടിച്ച ആൾ പറയുന്നത് കുഴപ്പമില്ല, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഒരു നഷ്ട ഈടായിട്ട് എനിക്ക് ഇത്രയും പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റും. ആ റൈറ്റ് എനിക്കാണുള്ളത്. ആരാണോ ബാധിക്കപ്പെട്ടത്, ആരാണോ അഫക്റ്റഡ് പാർട്ടി, അയാൾ സമ്മതിച്ചാൽ അതിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലത്തിരിക്കുന്ന ആളിന് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാനോ അല്ലെങ്കിൽ മേഴ്സി പെറ്റിഷൻ കൊടുത്ത് അയാളെ വിടാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ പറ്റുമ്പോഴാണ് സാധാരണ ഈ ഒരാളുടെ പിതാവിനെ കൊന്നിട്ട് അയാളെ ഒരു 6 മാസം 3 മാസം അല്ലെങ്കിൽ 3 വർഷം ജയിലിട്ടിട്ട് അയാൾ പുറത്ത് വരും.
അല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മരിച്ച ആളുടെ മകൻ അയാളെ കോടതി വരാതെ വെച്ച് തന്നെ വെട്ടിക്കൊല്ലുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ട വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ അഫക്റ്റഡ് പാർട്ടിക്ക് മനസ്സിൽ തോന്നണം എനിക്ക് നീതി കിട്ടി, എൻ്റെ പിതാവിനെ കൊന്ന് ഓക്കെ അവനെ പിടിച്ച് കൊന്ന്, അല്ലെങ്കിൽ ഞാനാണ് അവനെ ഒന്ന് പുറത്ത് കൊടുക്കേണ്ടത്. അപ്പോഴേ അവൻ്റെ മനസ്സ് കുളിരത്തുള്ളൂ. വേറൊരാൾ എൻ്റെ പിതാവിനെ കൊന്നതിന് അയാൾ ഒരു പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ അയാളെ വെറുതെ വിടാൻ കുഴപ്പമില്ല, മെർസി പെറ്റിഷൻ ഇത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കുളിരത്തില്ല. അതാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രതിക്കൊല നേരെ കോർട്ടിൽ തന്നെ വെച്ച് നടക്കുന്നതല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ നിയമം നീതിയെക്കുറിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഓരോരുത്തർ കൊണ്ടുപോയി ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ക്ലിപ്പ് കഴിഞ്ഞ് അടുത്ത ക്ലിപ്പ് എനിക്ക് കേൾക്കാം. ഗോഡ് സേയിങ് സ്വാമില്ലാതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആശ്മി മുഖ്യ സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നാണ് ഗോഡ് സേയിങ്. എന്താണ് ഗോഡ് പറയുന്നത്? ആൻഡ് ഇഫ് യു പണിഷ്, എന്നിട്ട് ബ്രാക്കറ്റിലിടാണ്, യുവർ എനിമി or your believer oneness of God, then punish them with like of that with which you were afflicted. സൂറത്ത് നഹലിലെ, അതായത് ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിലെ 126-ാമത്തെ വചനമാണ്. എന്താണ് ആ വചനത്തിൽ പറയുന്നത്? നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ശത്രുക്കളെ ശിക്ഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എതിരാളികളിൽ നിന്ന്, അതായത് നിങ്ങളുടെ നേരെ ഉണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അല്ലാഹു തആല പറയുന്നതായിട്ടാണ് ഒസാമ ബിൻ ലാദൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഓക്കെ, ഈ അടുത്ത ക്ലിപ്പ് കേട്ടല്ലോ. ഇത് ഖുർആനിൻ്റെ 16-ാമത്തെ അധ്യായത്തിലെ 126-ാമത്തെ വചനം എടുത്ത് വെച്ചിട്ട് എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്രത്തോളം പീഡനം ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ദ്രോഹിക്കപ്പെട്ടോ അത്രയും തന്നെ പീഡനം നിങ്ങൾ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളും അതേപോലെ ചെയ്യുക എന്ന വചനം ഇത് വെച്ചിട്ട് ബിൻ ലാദൻ പറഞ്ഞു, ഞങ്ങളെ കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങളും അവരുടെ കുട്ടികളെ കൊല്ലും, ഇതാണ് തെളിവ് എനിക്കെന്ന് ആ ബുക്കിൽ ബിൻ ലാദൻ പറഞ്ഞെന്ന്. അതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നാണ് യു എൻ വാസും പറയുന്നത്. ക്ലിയറായിട്ട് ഒന്ന് മനസ്സിലാക്കുക, അനീതിയുടെ കാര്യത്തിൽ ഒരിക്കലും ഈക്വൽ ഇല്ല. അനീതി ചെയ്യാൻ ഒരിക്കലും ഖുർആൻ ഇസ്ലാം പ്രേരിപ്പിക്കത്തില്ല. എൻ്റെ കുട്ടിയെ അവളൊന്ന് കൊന്നാൽ കൊന്നാളിനെ കൊല്ലാനല്ലാതെ അയാളുടെ കുട്ടിയെ കൊല്ലാൻ യാതൊരുവിധ റൂളും ഇല്ല. അത് അനീതിയാണ്. അത് ഞാൻ കൊല്ലാൻ പാടില്ല, ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത്. യുദ്ധത്തിൽ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. നമുക്കെതിരെ യുദ്ധത്തിന് വന്നാൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ്. പക്ഷേ ഒരാൾ വന്ന് നമ്മുടെ കുട്ടികളെ കൊന്നാൽ തിരിച്ചവർ ആ കുട്ടികളെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമത്തിന് നേരെ എതിരാണത്. നിങ്ങൾ 2-178 തുല്യ ശിക്ഷ എന്നും പറഞ്ഞൊരു ആയത്ത് ഉണ്ട്. അതും ഇവർ തെറ്റിദ്ധരിപ്പിക്കും സാറിന്. അതിനകത്ത് പറയുന്നത് അടിമയ്ക്ക് പകരം അടിമ, സ്ത്രീക്ക് പകരം സ്ത്രീ എന്നിങ്ങനെ തുല്യ ശിക്ഷ നിങ്ങൾ നൽകുക എന്ന് വരും. ഇവർ പറയുന്നത് എൻ്റെ അടിമയെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പോയി അയാളെ അടിമയെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വരിക. പക്ഷേ അങ്ങനെയല്ല. ആരാണോ കൊന്നത് അവനെ കൊല്ലണമെന്നാണ്. കൊല്ലപ്പെട്ട അടിമയ്ക്ക് പകരം കൊന്ന അടിമ, കൊല്ലപ്പെട്ട സ്ത്രീക്ക് പകരം കൊന്ന സ്ത്രീ, കൊല്ലപ്പെട്ട പുരുഷന് പകരം കൊന്ന പുരുഷൻ. അല്ലാതെ ഒരാൾ വന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീയെ ഒരു പുരുഷനാണ് ഗോത്രത്തിലെ വേറൊരു ഗോത്രത്തിലെ ഒരു പുരുഷൻ വന്നിട്ട് നമ്മുടെ ഗോത്രത്തിലെ സ്ത്രീയെ കൊന്നു. അപ്പോൾ നമ്മൾ പോയി ആ ഗോത്രത്തിലെ സ്ത്രീയല്ല കൊല്ലേണ്ടത്, കൊന്നയാളിനെയാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. കൊന്ന സ്ത്രീക്ക് പകരം കൊല്ലപ്പെട്ട സ്ത്രീ. ആരാണോ കൊന്നത് അയാളെയാണ് ചെയ്യേണ്ടത്. അതേപോലെയാണ് ഈ ആയത്ത് 16-126 അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ആരാണ് അതിക്രമം പ്രവർത്തിച്ചത് അവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അവരോടാണ് നമ്മൾ അതേ രീതിയിൽ തിരിച്ച് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. അല്ലാതെ തിരിച്ചുപോയി അവരുടെ കൊച്ചുങ്ങളെ കൊല്ലുക എന്നുള്ളത് അനീതിയാണ്. അനീതിക്ക് ഒരിക്കലും ഖുർആൻ കൂട്ടു നിൽക്കില്ല. അതിനകത്ത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഖുർആൻ 11-113 അക്രമം പ്രവർത്തിച്ചവരുടെ കൂടെ നിങ്ങൾ ചേരരുത് എന്നുണ്ട്. യുദ്ധക്കളത്തിൽ പോലും 2-190 വായിച്ച് നോക്കുക. യുദ്ധത്തിലാണെങ്കിൽ പോലും നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് മാത്രം യുദ്ധം ചെയ്യുക, അവിടെ പോലും നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യരുത്, നിങ്ങൾ അതിര് കടക്കരുത് എന്ന് പറഞ്ഞ ഒരു ദീനാണത്. യുദ്ധത്തിൽ പോലും അതിര് കടക്കരുത്. യുദ്ധത്തിൽ എന്ത് തോന്നിവാസം കാണിക്കുക എന്നുള്ളതാണ് അന്ന് ഇന്നുമുള്ള റൂൾ വെച്ചേക്കുന്നത്. എന്തും കാണിക്കുക എന്നുള്ളത് അങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ അല്ല. പക്ഷേ ഇസ്ലാം ക്ലിയറായിട്ട് പറഞ്ഞത് ചെയ്തും കാണിച്ചു. നിങ്ങളോട് യുദ്ധത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, അവിടെ നിങ്ങൾ ലിമിറ്റ് താണ്ടരുത്. ഇസ്ലാം കുറച്ച് റൂളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത് എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ലിമിറ്റ് നിങ്ങൾ സൂക്ഷിക്കണം, അത് കടക്കരുത് എന്ന് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്ത് ഖുർആനിൻ്റെ 5-8 നിങ്ങൾക്കൊരു സമുദായത്തിൻ്റെ പുറത്തുള്ള ഹേറ്റ്രഡ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വിരോധം, അവർക്കെതിരെ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. ഖുർആൻ 5-8. ഇപ്പം ഞാനൊരു വലിയ കമ്പനിയുടെ മാനേജറാണെന്ന് വിചാരിക്കുക. എൻ്റെ കൂടെ കുറേ ജോലിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചിലപ്പം ഇസ്ലാമിനെതിരെ പുറത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ തന്നെ ഒരു ഐഡിയോളജി വെച്ച് നടക്കുന്ന ആൾക്കാരും അവിടെ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ നോക്കേണ്ടത് ആ കമ്പനിക്കകത്ത് ആ ഫാക്ടറിക്കകത്ത് അവർക്ക് എന്ത് കൊടുക്കണോ ഇതെല്ലാം ചെയ്ത് കൊടുക്കണം. ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം, കറക്റ്റായിട്ട് ജോലി ചെയ്താൽ അവന് പ്രൊമോഷൻ കൊടുക്കണം, അതെല്ലാം ചെയ്യണം. ഹേറ്റഡ് വേറെ, വെളിയിൽ അവൻ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വേറെ. ആ ഒരു സമുദായത്തിനെതിരെ നിങ്ങൾക്ക് ഹേറ്റഡ് ഉണ്ടെങ്കിലും നീതി ചെലുത്തുന്നതിൽ നിന്ന് നിങ്ങളെ അത് പിന്തിരിപ്പിക്കരുത് എന്ന് പറയുന്നത് 5-8 കാണാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അല്ലാത്ത ആളെ ആക്രമിച്ച ആളെ അല്ലാതെ വേറൊരാളെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമത്തിന് നേരെ എതിരാണ്. അങ്ങനെയായിരുന്നു ഗോത്രക്കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞതാണ് 2-178.
അതുപോലെ 2/190 നിങ്ങൾ യുദ്ധത്തിന് വന്നാൽ പോലും ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് മറ്റു ഹദീസുകൾ എടുത്ത് നോക്കാം. കുട്ടികളും സ്ത്രീകളെയും കൊല്ലരുത് എന്ന് പറയുന്ന ഹദീസുണ്ട്. അതുപോലെ വൃക്ഷങ്ങൾ മുറിക്കരുത്, മത മേലധ്യക്ഷന്മാരെ കൊല്ലരുത് എന്നെല്ലാം ഉണ്ട്. അതാണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ആ ലിമിറ്റ് താണ്ടത് വേറെ എവിടെയും ലോകത്ത് എവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ന് പാലസ്തീനിലൊക്കെ നടക്കുന്നു കഴിഞ്ഞാൽ ഇതാണ് ഇഷ്ടത്തിന് കയറി കളത്തിൽ നിൽക്കുന്നവനെ കൊല്ലാതെ ഹോസ്പിറ്റലിലും കുട്ടികളെയും എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ അവരെ കൊല്ലാനുള്ള നമുക്ക് വകുപ്പില്ല. ആരാണോ കൊല്ലുന്നത് അവനെ മാത്രം നേരിടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ ഇവർ നേരെ തിരിച്ച് വില്ലാതം പറഞ്ഞൊന്നും പറഞ്ഞിട്ട് വില്ലാതം പറഞ്ഞത് ശരിയല്ല. നമ്മളത് എത്ര പ്രൂഫോടെ പറയല്ലേ, ഇസ്ലാമിൻ്റെ റൂളല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇസ്ലാമാണെന്ന് പറയാൻ കാണിക്കുന്നു. അത് തന്നെ ആരിഫ് ഹുസൈനും എടുത്ത് വലിയ കാര്യത്തിൽ കാണിക്കുന്നു. അത് തെറ്റാണ്. 16/126 അനീതിയുടെ കാര്യത്തിൽ ഈക്വൽ അല്ല, നീതിയായിരിക്കണം. ഇത് തന്നെയാണ് ഇതിനകത്ത് വേറെ വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. നമ്മുടെ ടോപ്പിക്ക് ഇട്ടേക്കുന്ന ടൈറ്റിൽ എക്സ് മുസ്ലിംസ് എന്ന പേരും നുണയന്മാർ എന്നുള്ളത്. അതിന് ഇടാൻ കാരണം ഈ ആയത്താണ്. ഈ 16/126 യൂണിവേഴ്സിറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഒരു ആയത്തിൻ്റെ പകുതി മാത്രമാണ്, ഫുള്ള് കാണിക്കുന്നില്ല അയാൾ. ആ അടുത്ത ലൈൻ അതേ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ക്ഷമിക്കുന്നവർ ആയതുകൊണ്ട് അവരോട് ക്ഷമിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം എന്ന് ഇതിനകത്ത് തന്നെ വരും. 16/126 അത് മറച്ചു വെച്ചിട്ടാണ് യൂനിവേഴ്സ് കാണിക്കുന്നത്. അപ്പം ഇയാളുടെ സബ്ജക്റ്റ് തന്നെ യൂനിവേഴ്സ് എടുത്ത് വെച്ചേക്കുന്നത് ഒരു ബുക്കിൻ്റെ ഒരു പേജ് കാണിച്ചു, മൂന്നാമത്തെ പേജ് കാണിച്ചു, നടുക്കുള്ള പേജ് കാണിച്ചില്ല എന്നതാണ് ഇയാളുടെ ആരോപണം. ഇയാൾ ബുക്ക് പോട്ട് ഒരു ആയത്തിൻ്റെ ഫുള്ള് കാണിക്കാതെ പകുതി മാത്രം ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതോടെ ആയത്ത് നമ്പർ ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആയത്ത് ഫുള്ളായിട്ട് വായിക്കാം. ആയത്ത് കേട്ടുകൊള്ളുക. നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേരെ ഉണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അത് തന്നെയാണ് ക്ഷമാശീലർക്ക് കൂടുതൽ ഉത്തമം എന്ന് 16/126 ഫുൾ ആയത്തുണ്ട്. ഇതിൽ യൂനിവേഴ്സ് എഴുതി കാണിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ നേരെ ഉണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ 16/126 കാണിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇവരുടെ മോട്ടീവ് മനസ്സിലാക്കാം. ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരും ഇങ്ങനെ വിമർശനമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ലിയാഖത്ത് അലി, ആരിഫ് ഹുസൈൻ, UV നവാസ്, ഇൻഫഡൽസ് എല്ലാത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് എന്ത് കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക. ഇസ്ലാമിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് ഇവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത ആയത്തെല്ലാം കോട്ട് ചെയ്ത് ദൈവനെ കോട്ട് ചെയ്ത് വേണ്ടാത്തെല്ലാം പറഞ്ഞ് അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരും കൂടെ കാണിക്കും. നമ്മളല്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. ഇല്ല, തീവ്രവാദം ചെയ്തേ പറ്റൂ എന്ന് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഈ എക്സ് മുസ്ലിംസ്. അതുകൊണ്ടാണ് ഇവർ ഡേഞ്ചറാന്ന് പറയുന്നത്. നമ്മളല്ല എന്ന് പറയാൻ ആയത്തെടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതല്ല. 16/126 അനീതിയുടെ കാര്യത്തിലല്ല. അത് ഒരു ഗവൺമെൻറ് ആണെങ്കിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നീതിയുടെ കാര്യത്തിലാണെങ്കിൽ തുല്യ നീതി നടപ്പാക്കുക. അതാണ് ഇത് പറയുന്ന തുല്യത ചെയ്യുക എന്നുള്ളത്. അല്ലാതെ അവിടെ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക എന്നുള്ളതല്ല. അത് 2/178 വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ആയിരുന്നു ഗോത്രകാലത്ത്. അതില്ലാതാക്കിയതാണ് ഇസ്ലാം. ഇതെല്ലാം ഖുർആനിൽ ഇരിക്കെ തന്നെ ഇവരത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ ഉടായിപ്പും കൂടെ, അത് കള്ളത്തരം കൂടെ, ഒരു ആയത്തിൻ്റെ പകുതി വെട്ടി മാറ്റിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പ്രസംഗിക്കുക. ഇത് എടുത്ത് കാണിക്കാൻ ആരിഫ് ഹുസൈൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ എക്സ് മുസ്ലിംസ് പേരും നുണയന്മാർ എന്നിട്ടേക്കുന്നത്. അപ്പം ഈ ക്ലിപ്പ് കഴിഞ്ഞ് ഇനി ഒരു ക്ലിപ്പും കൂടെ ഉണ്ട്, അതും കേൾക്കുക. അതോടെ നമുക്ക് വീഡിയോ അതിന് ഉത്തരം കൂടെ പറഞ്ഞിട്ട് നിർത്താം. പറയാൻ പറ്റില്ല. ഒസാമ ഇസ്ലാമികപരമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതിനെ കുറിച്ച് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതേപോലെ സംഭവങ്ങൾ കിട്ടും. ഞാൻ ആ വിഷയത്തിലേക്കല്ല നമ്മൾ ഒസാമ ബിൻ ലാദന്റെ കുറിച്ചിട്ട് പറഞ്ഞതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇത് മലയാളത്തിലുള്ള സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷയാണ് IPH പുറത്തിറക്കിയത്. അതെന്ന് വായിക്കാം. 1134 ഹദീസ്. ഈ sunna.com റെഫറൻസ് ഇവിടെ കാണാം. നിഷാ യുദ്ധത്തിൽ ശത്രുവിന്റെ മക്കൾ വധിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സബ് ഹെഡിങ് കൊടുത്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എന്താണ്? സഅബ് ബിനു ജസാമയിൽ നിന്ന് രാത്രി കാലത്ത് നടക്കുന്ന യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നബിയോട് ആരോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? മോശമായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നൊന്നും അല്ല പറഞ്ഞത്. റസൂൽ പറയാണെന്ത്, അവരും അവരിൽപ്പെട്ടവരാണ്. അതിന്റെ മുകളിൽ മറ്റേ ഹദീസുണ്ട്. അതായത് ഒസാമ ബിൻ ലാദൻ ശരിവെക്കുന്ന ഹദീസുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുണ്ട്. മനസ്സിലാക്കണം. 2 ഹദീസുണ്ട്. അതിന്റെ മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ആ ക്ലിപ്പും കേട്ടല്ലോ. അപ്പം എന്തായാലും ഒസാമ ബിൻ ലാദൻ ചെയ്തിരിക്കുന്ന അയാളുടെ ന്യായീകരണത്തിന് ഖുർആനിലെ യാതൊരുവിധ അടിസ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഹദീസും കൂടെ എടുത്ത് വെച്ചിട്ട് അത് തീർക്കുകയാണ് പരിപാടി. അപ്പം അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്, യുദ്ധത്തിൽ പോലും കൊല്ലരുത്. കളത്തിൽ വരുമ്പോൾ പോലും അവർ സ്ത്രീകൾ കുട്ടികളൊക്കെ നേരെ കളത്തിൽ പങ്കെടുക്കും. അവർ സഹായിക്കാനും ഒക്കെ അവിടെ വെട്ടേറ്റ് വീഴുന്ന ആൾക്കാരെ ചികിത്സിക്കാനും ഒക്കെ സ്ത്രീകളും വരും. അപ്പോൾ അവരെ കൊല്ലരുത് എന്ന് നിയമം അന്നേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ഗോത്രകാല നിയമം എന്ന് പറയുന്നത്. വേറെ ആരും വെച്ചിട്ടില്ല. അത് ഇസ്ലാമാണ് ക്ലിയറായിട്ട് പറഞ്ഞത്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്ന്, യുദ്ധക്കളത്തിൽ പോലും കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു ദീനാണ് ഇസ്ലാം. അത്രയും മാനവികമായ ദീനെയാണ് ഇവർ ഗോത്രകാലം എന്നൊക്കെ പറയുന്നത്. ഇപ്പം അങ്ങനെ ഉള്ളപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറുതാക്കി കാണിക്കണം.
അതിനായിട്ട് വേറൊരു ഹദീസ് കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കുന്നത് വെച്ചാൽ, ഒരു സഹാബികൾ വന്ന് പ്രവാചകനത്തെ ചോദിക്കുന്നു, രാത്രി കാലങ്ങളിൽ ചില യുദ്ധങ്ങൾ നടക്കേണ്ട ആവശ്യങ്ങൾ വരും. അവർ ചിലപ്പോൾ രാത്രി ആക്രമിക്കാനായിരിക്കും വരുന്നത്, തലേന്ന് തന്നെ അവർ ആക്രമിക്കാൻ പറ്റും. അതിന് മുമ്പേ പ്ലാൻ ചെയ്യുന്നതിന് നമ്മൾ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് നടന്ന ബനു മുസ്തലിഖ് പോലെയെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നൈറ്റിൽ തന്നെ നടക്കുന്ന ചില യുദ്ധങ്ങളിൽ ഇവരുടെ നോട്ടം ആരാന്നറിയാതെ ചില സമയങ്ങളിൽ സ്ത്രീകളും കുട്ടികളും മരണപ്പെടുന്നു, അതിനകത്ത് വധിക്കപ്പെടുന്നു. അത് അവർക്കറിയാം, സഹാബാക്കൾക്ക് ഇങ്ങനെ ചെയ്തുകൂടാന്നറിയാം. അതുകൊണ്ടാണ് ആ ഒരു വിഷമത്തിൽ വന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നത്, ഇങ്ങനെ പറ്റി പോകുന്നുണ്ട്, രാത്രികളായതുകൊണ്ട് ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമ്മളെ കയ്യബദ്ധം പറ്റി ഇങ്ങനെ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നു, അതിപ്പോൾ ഇപ്പോൾ നൈറ്റ് നമ്മൾ കാണുന്നില്ല, യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അവർ ശത്രുക്കളിൽപ്പെട്ട ആളുകളായിരുന്നല്ലോ, അപ്പം അതുകൊണ്ടാണല്ലോ, അപ്പോൾ യുദ്ധത്തിന് പോയതുകൊണ്ടാണല്ലോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ നടന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റാൻ നടക്കുന്നെങ്കിൽ അത് വിട്ടുകളയാം, നമുക്ക് അതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പക്ഷേ പൊതുവായ നിയമം അവിടെ ഉള്ളതുകൊണ്ടാണ് അവരൊന്ന് ചോദിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം നിയമം അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ വിഷമിച്ചൊന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ പറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഒരു ഇത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. യൂനോസ് ചോദിക്കുന്നത് നിങ്ങൾ ഇനിമേൽ അങ്ങനെ ചെയ്തതെന്ന് പറയണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്തെന്ന് അവർക്കറിയാമല്ലോ, അതുകൊണ്ടല്ലേ വന്ന് ചോദിക്കുന്നത്. ഞങ്ങളിങ്ങനെ പറ്റിപ്പോകുന്നുണ്ട്, കയ്യബദ്ധം പറ്റിപ്പോകുന്നുണ്ട്, രാത്രി കാലങ്ങൾ അറിയുന്നില്ല. ശരി, ഇപ്പോൾ എന്തിനാ ശത്രുക്കളിൽപ്പെട്ട ആൾക്കാരല്ലേ, അങ്ങനെ നിങ്ങൾ സമാധാനിക്കുക, വേറെ വഴിയില്ല. അപ്പം ആ വിഷമമുണ്ട്, കയ്യിൽ നിന്ന് പറ്റിപ്പോകുന്നുണ്ട് എന്നുള്ള ആ വിഷമം അവർക്കുണ്ട്, പ്രവാചകൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങളത് അപ്പോൾ എന്ത് ചെയ്യാനാ വിട്ടുകളയുക, അത് പക്ഷേ കൊല്ലരുതെന്നുള്ളതാണ് നിയമം എന്ന് ക്ലിയറായിട്ട് അതിനകത്ത് മനസ്സിലാക്കാവുന്ന ഒരു ഹദീസാണിത്. കൊല്ലരുത് എന്നുള്ളത് സഹാബാക്കൾക്കും അറിയാമായിരുന്നു. അത് ആണുങ്ങൾ കൊല്ലപ്പെടുന്നു എന്താ അവരൊന്ന് പറയാത്തത്? രാത്രി കാലങ്ങളിൽ അവിടെയുള്ള പുരുഷന്മാരെല്ലാം കൊല്ലപ്പെടുന്നു അവരൊന്ന് പറയാത്തത് എന്താ? അതുമൊക്കെ സ്ത്രീകൾ കളത്തിൽ നിൽക്കുന്നതായാലും സ്ത്രീകളും കുട്ടികളും കൊല്ലാൻ പാടില്ല സ്ട്രിക്റ്റ് നിയമമുള്ളത് കൊണ്ടാണ്, അവർ സ്ട്രിക്റ്റായിട്ട് പാലിച്ചു എന്നുള്ളത് കൊണ്ടുമാണ് അവർ അബദ്ധം പറ്റിപ്പോന്ന് ചോദിക്കുന്നത്. ശരി, നടന്നു രാത്രി കാലങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ, അത് വിട്ടുകളാ, വേറെ വഴിയില്ല, അവരിൽ പെട്ടവരാണെന്ന് പറഞ്ഞ് നമ്മൾ യുദ്ധത്തിൽ വന്നതല്ലേ, എതിരാളികളാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് വിട്ടേക്കുക. അപ്പോൾ പക്ഷേ കൊല്ലരുതെന്നുള്ള നിയമം അങ്ങനെ തന്നെ ഉണ്ട് എന്നതാണ് ഹദീസിൻ്റെ സാരാംശം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് വലിയ ഇതിൽ വലിയ കുറ്റം പോലെയാണ് യൂനിവേഴ്സ് കാണിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ ആ റൂളാണ് അതിനകത്ത് കാണിക്കുന്നത്, കൊല്ലാൻ പാടില്ല എന്ന്. ആ റൂള് ഒന്നും കൂടെ അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ രണ്ടാമത്തെ ഹദീസും വന്നേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ള ഈ വീഡിയോ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാൻ വരുന്നത് ചുരുക്കത്തിൽ, ഇത് കൂടുപെട്ടി ഇളവിയിരിക്കുകയാണ് ഓരോരോ സൈഡിൽ. ഈ ലിയാഖത്ത് ഹാരിഫ് ഹുസൈനും യൂനവാസും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരു ആരോപണം പോലും ഇസ്ലാമിനെതിരെ വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരിഫനായാലും ലിയാഖത്ത് ആണെങ്കിലും ആരായാലും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് സമയമുള്ള സമയത്തിനൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മുസ്ലിങ്ങൾ മനസ്സിലാക്കുക, വിമർശനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക വരും, അതിനൊരു അറുതി വരത്തില്ല. ഇങ്ങനെ ഒരു യൂട്യൂബ് വരുമാനവും ഇങ്ങനെ മതം വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നിയ ദിവസം പോലെ ജീവിക്കാം എന്നുള്ളതുകൊണ്ടും ബാക്കിയുള്ളവരെ ഇങ്ങനെ വൃത്തികേടാക്കി ചീത്തയാക്കണമെന്ന ഒരു ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇസ്ലാം ദൈവത്തിൻ്റെ സത്യമാർഗ്ഗമാണ്, അതിൽ ഒരു തെറ്റുമില്ല. മനുഷ്യകുലത്തിന് അത്യാവശ്യമായതും സമാധാനത്തിനും മനുഷ്യകുലത്തിൻ്റെ ഉന്നമനത്തിനും ആവശ്യമായ ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത്. സർവോപരി പരലോക രക്ഷയ്ക്കും വേണ്ടതാണിത്. അപ്പോൾ അത് നിങ്ങളത് കുറ്റമറ്റതാണെന്ന് നമുക്ക് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി നമ്മൾ കിട്ടുമ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പം ഉള്ള സമയങ്ങളൊക്കെ നിങ്ങൾ ദീൻ പഠിക്കാൻ കൂടുതലായിട്ട് അറിവുകൾ നേടാനും നിങ്ങൾ ചിലവഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്